Hi students, welcome back. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ ന്യൂട്ടൺസ് ലോസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ആ ലോസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് അറിയാവുന്നതാണ്, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അല്ലെ. അപ്പൊ നമ്മൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് പറയുക. അപ്പൊ ഫസ്റ്റ് ലോ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ലോ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഇനേർഷ്യ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഇസ് നോൺ ആസ് ലോ ഓഫ് ഇനേർഷ്യ എന്നും കൂടെ പറയും. ഓക്കെ, ഫസ്റ്റ് ലോ അഥവാ ന്യൂട്ടൺസ് ലോ ഓഫ് ഇനേർഷ്യ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എവരി ബോഡി കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or of uniform motion along a straight line unless an external unbalanced force is acting on it. Okay, ഒരു എക്സ്റ്റേണലി നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ ഒരു ബോഡി അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റില് അല്ലെങ്കിൽ യൂണിഫോം മോഷനില് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇവിടെ ഒരു ഗിവൺ മാസ് ഉണ്ട്. ആ ഗിവൺ മാസിലുള്ള ബോഡി അല്ലെ, ഇവിടെ ഒരു ടേബിളിന്റെ മേളിൽ റെസ്റ്റിലാണെന്ന് വിചാരിക്കാം. ഈ ബോഡി എം മാസ് ഉള്ള ഒരു ബോഡിയാണ്. ഈ ബോഡി എന്തിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും? അവിടെ തന്നെ ഇരിക്കും അല്ലെ. ഫോഴ്സ് ചെയ്യാത്തിടത്തോളം കാലം ആ ബോഡി അവിടെ തന്നെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഫോഴ്സ് കൊടുത്താൽ എന്ത് ചെയ്യും? ആ ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. അത് തന്നെയാണ് ന്യൂട്ടൺസ് ലോയിലും പറയുന്നത്. എവരി ബോഡി കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഇപ്പൊ ഈ ബോഡി റെസ്റ്റിൽ ഇരിക്കുന്നതുകൊണ്ട് എന്തോരം എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ ബോഡി അതിന്റെ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി ഒരു യൂണിഫോം മോഷനിലാകുന്ന ഒരു ബോഡി, ഒരു സ്മൂത്ത് സർഫസ് അല്ലെ, പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സർഫസിലൂടെ ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും? അതിന്റെ മോഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിലും മോഷനിലാണെങ്കിലും അത് എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ along a straight line unless an external unbalanced force is acting on it. അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്തില്ല എങ്കിൽ അത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ലോയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് അല്ലെ. അപ്പൊ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ബോഡി എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ് എന്നുള്ള കേസാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഫസ്റ്റ് ലോയിൽ പറയുന്നത് ഇറ്റ് ഗീവ്സ് ദ ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ്. ഫസ്റ്റ് ലോ എന്താണ്? ഫോഴ്സിന്റെ ഡെഫിനിഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ലോ ദാറ്റ് പ്രൊവൈഡ്സ് ദ ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയാ? ഇറ്റ്സ് എ പുഷ് ഓർ പുൾ ദാറ്റ് ടെൻഡ്സ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഓഫ് ദ ബോഡി. അപ്പൊ എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഷ് ആണ് അല്ലെങ്കിൽ ഒരു പുള്ളാണ്. വിച്ച് ടെൻഡ്സ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. റെസ്റ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അല്ലെങ്കിൽ യൂണിഫോം മോഷനെ എന്ത് ചെയ്യാണ്? ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫോഴ്സിന്റെ ഡെഫിനേഷൻ കിട്ടി. എന്താണ്? ഇറ്റ്സ് എ പുഷ് ഓർ പുൾ ദാറ്റ് ടെൻഡ്സ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or of uniform motion of a body. Okay, അപ്പൊ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ലോയുടെ ഡെഫിനിഷൻ എന്താന്ന് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ലോ which gives the definition of force. ഫോഴ്സിന്റെ ഡെഫിനിഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു. പുഷ് ഓർ പുൾ that tends to change the state of rest or of uniform motion of the body ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു it's also known as അല്ലെ, ഫസ്റ്റ് ലോ is also known as law of inertia. ഫസ്റ്റ് ലോനെ എന്തെന്നും കൂടെ വിളിക്കുന്നുണ്ട്? ലോ ഓഫ് ഇനേർഷ്യ എന്നും കൂടെ വിളിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇനേർഷ്യ? ഇനി നമുക്ക് അറിയേണ്ടത് ഇനേർഷ്യ എന്താണെന്നാണ്. ഓക്കെ, ഇനേർഷ്യ എന്ന് പറയുന്നത് ഇന്നബിലിറ്റി ഓഫ് ദ ബോഡി. ബോഡിയുടെ ഇന്നബിലിറ്റി ആണ്
ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. അല്ലെ, ഈ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെ ചേഞ്ച് ചെയ്യാൻ തന്നെത്താനെ, അല്ലെ, ഈ ബോഡിക്ക് അതിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു ബോഡിക്ക് യൂണിഫോം മോഷനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, തന്നെത്താനെ അതിന് തന്നെ അതിനുള്ള കഴിവില്ല. ആ കഴിവില്ലായ്മയെ നമ്മൾ പറയുന്ന പേരാണ് ഇനേർഷ്യ. അപ്പൊ എന്താണ് ഇനേർഷ്യ? ഇന്നബിലിറ്റി ഓഫ് ദ ബോഡി, ബോഡിയുടെ കഴിവില്ലായ്മയാണ് ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഓഫ് ദ ബോഡി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനേർഷ്യയുടെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു. ഓക്കെ ആണല്ലോ. ഇനി ഇനേർഷ്യ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ് ഫസ്റ്റ് വരുന്നത്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. സെക്കൻഡ് വരുന്നത് ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് മോഷൻ. തേർഡ് വരുന്നത് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഓക്കെ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഇനേർഷ്യ 3 രീതിയിലാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നബിലിറ്റി ഓഫ് ദ ബോഡി ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ആ ബോഡിയുടെ ഇന്നബിലിറ്റിക്ക് പറയുന്ന പേരാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, ഇന്നബിലിറ്റി ഓഫ് ദ ബോഡി ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. റെസ്റ്റിൽ ഇരിക്കുന്നത്, അല്ലെ, അതെന്ത് ചെയ്യാണ്? ചലനമില്ലാണ്ടിരിക്കുകയാണ്. ആ റെസ്റ്റിൽ ഇരിക്കുന്ന അവസ്ഥയെ ചേഞ്ച് ചെയ്യാൻ ആ ബോഡിക്ക് തന്നെ പറ്റുന്നില്ല, അല്ലെ. ആ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, ആ ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു അല്ലെ, നമ്മൾ എല്ലാവരും ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ബസ് പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഫോളോ ചെയ്യുന്നത്? ബാക്കിലേക്ക് ഫോളോ ചെയ്യാം, അല്ലെ. പെട്ടെന്ന് നമ്മൾ ബാക്കിലേക്ക് നമ്മുടെ ബോഡി പാർട്സ് മൂവ് ചെയ്യാറുണ്ട്. അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, അപ്പൊ ബസ് മൂവ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ ബസ്സിലേക്ക് കയറി അല്ലെങ്കിൽ ബസ് മൂവ് ചെയ്യുന്നതിന് മുമ്പ് ബസ് റെസ്റ്റിലാണ്, നമ്മുടെ ബോഡി പാർട്സും എങ്ങനെയാണ്? റെസ്റ്റിലാണ്. പെട്ടെന്ന് ആ ബസ് എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാനായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി ബസ്സിനൊപ്പം തന്നെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി എന്ത് ചെയ്യില്ല? ബസ്സിനൊപ്പം മൂവ് ചെയ്യാനായിട്ട് മൂവ് ചെയ്യില്ല. അങ്ങനെ മൂവ് ചെയ്യാണ്ട് വരുമ്പോൾ നമ്മുടെ എന്തുവരും? ബോഡി പാർട്ട് മാത്രം ബാക്കിലും, എന്ത് ചെയ്യാണ്? നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി ഫ്രണ്ട് ബസ്സിനൊപ്പം മുന്നോട്ട് മൂവ് ചെയ്യാണ്. അപ്പൊ അതാണ് എന്ത് ചെയ്യുക? പെട്ടെന്ന് നമ്മള് ബാക്കിലേക്ക് മൂവ് ചെയ്യാനുള്ള, അല്ലെ, ബാക്കിലേക്ക് ഫോളോ ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പൊ അതെന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് കൊണ്ടാണ് നമ്മുടെ മേളിലത്തെ പാർട്ട്, അല്ലെ, അപ്പർ പാർട്ട് ഓഫ് ദി ബോഡി പെട്ടെന്ന് മൂവ് ചെയ്യാൻ വൈകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഏതിന് എക്സാമ്പിൾ? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. എ പാസഞ്ചർ ഇൻസൈഡ് ദ ബസ് ഫോൾസ് ബാക്ക്വേർഡ് when the bus starts suddenly. അല്ലെ, പെട്ടെന്ന് ബസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ when the bus moves suddenly, പെട്ടെന്ന് ബസ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനുള്ളിലെ പാസഞ്ചർ എന്ത് ചെയ്യും? ബാക്കിലേക്ക് ഫോളോ ചെയ്യാനുള്ള കാരണം ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനേർഷ്യ ഓഫ് മോഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഇനേർഷ്യ ഓഫ് മോഷൻ പറയുമ്പോൾ it is the inability of the body to change its state of motion. അതിന്റെ മോഷൻ ആണ്. ഇപ്പൊ യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു ബോഡിക്ക് ആ യൂണിഫോം മോഷനിൽ നിന്നുള്ള അവസ്ഥയെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോ അതിന് നമ്മൾ പറയുന്ന പേരാണ്, ആ ഇന്നബിലിറ്റിക്ക് പറയുന്ന പേരാണ് ഇനേർഷ്യ ഓഫ് മോഷൻ. അപ്പൊ ഇനേർഷ്യ ഓഫ് മോഷന് നമുക്ക് ഇതുപോലെ തന്നെ ബസ് വെച്ച് നമുക്ക് എക്സാമ്പിൾ പറയാവുന്നതാണ്. അപ്പൊ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ബസ് സ്റ്റോപ്പ് ചെയ്യാണ്, അല്ലെ. അങ്ങനെ പെട്ടെന്ന് സഡൻ ബ്രേക്ക് എന്തെങ്കിലും ഇടുമ്പോൾ, അല്ലെ, സഡൻ ബ്രേക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് എല്ലാവരും കൂടെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തു വരും, അല്ലെ. നമ്മള് ഫ്രണ്ടിലേക്ക് വീഴാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അതെന്താണ്? ഇനേർഷ്യ ഓഫ് മോഷൻ എക്സാമ്പിൾ ആണ്. കാരണം
പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി അല്ലെ, താഴത്തെ ഭാഗം പെട്ടെന്ന് എന്ത് ചെയ്യും, ബസ്സിനോടൊപ്പം തന്നെ റെസ്റ്റിലേക്ക് വരും. ബസ് റെസ്റ്റിലെ അല്ലെ, ബ്രേക്ക് ഇടുമ്പോൾ ബസ് റെസ്റ്റിലേക്ക് വരും. അപ്പൊ അതിനനുസരിച്ച് ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയും പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരും. പക്ഷെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ആ റെസ്റ്റിലേക്ക് വരാനുള്ള ആ കഴിവില്ല. ഓക്കെ, ഇനേർഷ്യ ഓഫ് മോഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് അപ്പർ പാർട്ട് പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് അല്ലെ, അപ്പർ പാർട്ട് നേരത്തെ ബസ് എങ്ങനെയാണോ ഏത് വെലോസിറ്റിയിലാണോ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് ആ വെലോസിറ്റിയിൽ തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ അപ്പർ പാർട്ട് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വീഴാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ദ പാസഞ്ചർ ഇൻസൈഡ് ദ ബസ് അല്ലെ moves forward അല്ലെങ്കിൽ fall forward when the bus takes sudden brake. ഓക്കെ, ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്, അതിലെ പാസഞ്ചേഴ്സ് ഫ്രണ്ടിലേക്ക് വീഴുന്നതിന് കാരണം എന്താണ്, അല്ലെങ്കിൽ ഫോർവേഡ് മൂവ്മെന്റ് വരുന്നതിന് കാരണം ഏതാണ്, ഇനേർഷ്യ ഓഫ് മോഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാവുന്നത് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ആണ്. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് ദ ബോഡി, ബോഡിയുടെ കഴിവില്ലായ്മ തന്നെയാണ് അതും. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇന്നബിലിറ്റി ഓഫ് ദ ബോഡി ടു ചേഞ്ച് ദ ഡിറക്ഷൻ ഓഫ് മോഷൻ. മോഷന്റെ ഡിറക്ഷനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ അതാണ് എന്തെന്ന് പറയാ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബസ് വെച്ച് തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മള് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ബസ് ഒരു യു ടേൺ എടുക്കുകയാണ് അല്ലെ. യു ടേൺ എടുക്കുമ്പോൾ നമ്മൾ തെറിച്ചു പോകും. പെട്ടെന്ന് നമ്മൾ നന്നായി പിടിച്ചൊക്കെ നിന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് അല്ലെ തെറിച്ചു പോവാം. അപ്പൊ അതെന്തായിട്ട് വരും, നമ്മുടെ ബോഡി പാർട്ട് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്ത്, ബസ് സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി പാർട്ട് എന്ത് ചെയ്യാണ്, സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു വളവങ്ങ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡി പാർട്സിനെ പെട്ടെന്ന് ആ മോഷൻ അല്ലെങ്കിൽ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. ഓക്കെ, അങ്ങനെ കഴിവില്ലാതെ വരുമ്പോ അല്ലെങ്കിൽ ആ കഴിവില്ലായ്മ അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ കാരണം നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, തെറിച്ചു പോവാനായിട്ട് കാരണമാകും. അപ്പൊ ഇതെല്ലാമാണ് എന്തെന്ന് പറയാ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ് അല്ലെ. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, every body continues its state of rest or of uniform motion along a straight line unless an external unbalanced force acting on it. Okay, ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്തില്ല എങ്കിൽ എല്ലാ ബോഡിയും എന്ത് ചെയ്യും, അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റില് അല്ലെങ്കിൽ യൂണിഫോം മോഷനില് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോയിൽ പറയാം. ഫസ്റ്റ് ലോ ഗീവ്സ് ദ ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഡെഫിനിഷൻ ആണ് ഫസ്റ്റ് ലോയിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ എന്താണ് ഫോഴ്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ, ഇറ്റ്സ് എ പുഷ് ഓർ പുൾ ദാറ്റ് ടെൻഡ്സ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഓഫ് ദ ബോഡി അല്ലെ. അപ്പോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെ അല്ലെങ്കിൽ യൂണിഫോം മോഷനെ ചേഞ്ച് ചെയ്യുന്ന പുഷ് അല്ലെങ്കിൽ പുൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലോ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഇനേർഷ്യ. ഫസ്റ്റ് ലോ എന്ന് പറയുന്ന ലോ ഓഫ് ഇനേർഷ്യ തന്നെയാണ് അല്ലെ. ആ ലോ ഓഫ് ഇനേർഷ്യയില് നമ്മൾ പഠിച്ച എന്താണ് ഇനേർഷ്യ എന്ന് പഠിച്ചു. ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്, കഴിവില്ലായ്മയാണ്, ഇന്നബിലിറ്റിയാണ്. ഓക്കെ, എന്തിനുള്ള കഴിവില്ലായ്മ, ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ടു ചേഞ്ച് ദ യൂണിഫോം മോഷൻ, ടു ചേഞ്ച് ദ ഡിറക്ഷൻ ഓഫ് മോഷൻ. മോഷന്റെ അല്ലെങ്കിൽ എന്താ പറയാ, ഡയറക്ഷൻ ഓഫ് മോഷനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല, റെസ്റ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. അതുപോലെ തന്നെ യൂണിഫോം മോഷൻ ആണെങ്കിൽ ആ യൂണിഫോം മോഷനെ ചേഞ്ച് ചെയ്ത് ബോഡിക്ക് തന്നെ ആ യൂണിഫോം മോഷനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. അങ്ങനെയുള്ള കഴിവില്ലായ്മയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇനേർഷ്യ എന്ന് പറയും. ഓക്കെ, ഇതൊരു ടൈപ്പ് റെസിസ്റ്റൻസ് ആണ് അല്ലെ. റെസിസ്റ്റൻസ് ടു ദ മോഷൻ ഓഫ് ദ ബോഡി, ബോഡിയുടെ മോഷന് ഉള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇനേർഷ്യ എന്ന് പറയാം. ഓക്കെ, ഒപ്പോസ് ചെയ്യുന്ന എന്തോ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് അല്ലെ, ഇനേർഷ്യ എന്ന് പറയാം. അപ്പൊ ഇനേർഷ്യ തന്നെ 3 രീതിയിലുണ്ട്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ.
ഇനേർഷ്യ ഓഫ് റെസ്റ്റ് നമ്മൾ പറഞ്ഞു. ഇനേർഷ്യ ഓഫ് റെസ്റ്റില് ഇന്നബിലിറ്റി ഓഫ് ദ ബോഡി ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. എക്സാമ്പിൾ ആയിട്ട് വെൻ ദ ബസ് അല്ലെ സഡൻലി സ്റ്റാർട്ട്സ് ദ പാസഞ്ചേഴ്സ് ഇൻസൈഡ് ദ ബസ് ഫോൾ ബാക്ക്വേർഡ്സ്. ഒരു ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തോരും അല്ലെങ്കിൽ പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനുള്ളിലെ പാസഞ്ചേഴ്സ് എന്ത് ചെയ്യും, പുറകിലേക്ക് വീഴാൻ അല്ലെ, പുറകിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഇനേർഷ്യ ഓഫ് മോഷൻ. എന്താണ്, ഇന്നബിലിറ്റി ഓഫ് ദ ബോഡി ടു ചേഞ്ച് ദ മോഷൻസ് അല്ലെ, യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. അതിനെയാണ് എന്തോരം, ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയാം. നമ്മൾ പറഞ്ഞു ബസ്സിലാണ്, ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ്സിലെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് എടുക്കുമ്പോൾ പാസഞ്ചേഴ്സ് ഇൻസൈഡ് ദ ബസ് ഫോൾ ഫോർവേഡ്, മുമ്പിലേക്ക് വീഴാൻ കാരണം ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ഇനി ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. ആ ഇതിനെ എന്ത് പറയും, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബസ് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, യു ടേൺ എടുക്കുകയാണ്. യു ടേൺ എടുക്കുമ്പോൾ അതിലെ പാസഞ്ചേഴ്സിന് എന്ത് ചെയ്യാം അല്ലെ, പാസഞ്ചേഴ്സ് പെട്ടെന്ന് പുറത്തേക്ക് തെറിച്ചു പോകാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, ആ ഇതാണ് ഇതെന്ന് പറയാ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതേ ഉള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോയിനെ ബേസ് ചെയ്തിട്ടാണ്. സെക്കൻഡ് ലോ, ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണെന്ന് നോക്കാം. ഓക്കെ, ന്യൂട്ടൺ സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് വിച്ച് ഗീവ്സ് ദ മെഷർ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ മെഷർ ആണ് എന്ത് ചെയ്യുന്നത്, ന്യൂട്ടൺ സെക്കൻഡ് ലോ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, വിച്ച് ഗീവ്സ് ദ മെഷർ ഓഫ് ഫോഴ്സ്. മെഷർ ഓഫ് ഫോഴ്സ്. ഫസ്റ്റ് ലോ പ്രൊവൈഡ് ചെയ്ത് ഡെഫിനിഷൻ ആയിരുന്നു. സെക്കൻഡ് ലോ പ്രൊവൈഡ് ചെയ്യുന്നത് മെഷർ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ മെഷർ ആണ് എന്ത് ചെയ്യുക, സെക്കൻഡ് ലോ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ, rate of change of momentum is directly proportional to the external force acting on the body. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് കാരണമാകുന്നുണ്ട്, മൊമെന്റം ചേഞ്ചിന് കാരണമാകുന്നുണ്ട് അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, external force acting on the body that will produce a rate of അല്ലെ, it's directly proportional to rate of change of momentum. Okay, P എന്ന് പറയുന്നത് മൊമെന്റത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ്. P എന്ന് പറയുന്നത് മൊമെന്റം ആണ്, മൊമെന്റം. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലോ പറയുന്നത് സെക്കൻഡ് ലോ പറയുന്നത് rate of change of momentum is directly proportional to the external force acting on the body. അല്ലെ, external force is directly proportional to rate of change of momentum, അല്ലെങ്കിൽ rate of change of momentum is directly proportional to external force. Okay, P എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മൊമെന്റം. മൊമെന്റം എന്ന് പറയുന്നത് it is the product of mass and velocity. മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, it is the product of mass and velocity. മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റ് ആണ്. P is equal to നമുക്ക് എങ്ങനെ എഴുതാം, മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാം. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലെ, വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, മാസ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ മൊമെന്റം എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, which is having the same direction as that of velocity. മൊമെന്റത്തിന്റെ ഡയറക്ഷനും വെലോസിറ്റിയുടെ ഡയറക്ഷനും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അതാണ് എന്തെന്ന് പറയാ, എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഇതാണ് സെക്കൻഡ് ലോ പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് ലോ ഗീവ്സ് ദ മെഷർ അല്ലെ, എത്രയാണ് ഫോഴ്സ് എന്നുള്ളതിന്റെ മെഷർ ആണ് സെക്കൻഡ് ലോ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അതിനകത്ത് അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് മൊമെന്റം. മൊമെന്റം ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കാം, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് ഓഫ് മൊമെന്റം അല്ലെ, യൂണിറ്റ് ഓഫ് മൊമെന്റം ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ മൊമെന്റം അല്ലെ, P is equal to mass into velocity, ഇത് നമുക്ക് ഇവിടെ ഫോഴ്സിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ F is equal to, F is directly proportional to d by dt of mass into velocity എന്ന് കൊടുത്തു. ഓക്കെ,
അപ്പൊ F is directly proportional to മാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. M into dv divided by dt എന്ന് എഴുതി. ഓക്കെ, അപ്പൊ M into dv by dt is equal to എന്തുവരും is directly proportional to force ആണ്. നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഫസ്റ്റ് അല്ലെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. സോ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെ. dv by dt is equal to acceleration. Therefore, F is directly proportional to mass into acceleration. അപ്പൊ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? മാസ് തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ അറിയാമെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് F is equal to a constant K into ma എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? K is equal to 1 ആണ്. അതുകൊണ്ട് F is equal to നമുക്ക് എന്തെന്ന് എഴുതാം? ma. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. F is equal to ma. മാസും ആക്സിലറേഷനും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫോഴ്സ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് എന്ത് വരിക? മെഷർ ഓഫ് ഫോഴ്സ്. മെഷർ എത്രയാണ്? F is equal to ma എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോ റേറ്റ് ഓഫ് ചേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ ഗീവ്സ് ദ മെഷർ ഓഫ് ഫോഴ്സ്. ഇനി സെക്കൻഡ് ലോയിൽ എന്താ പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം is directly proportional to the external force acting on the body. Okay, momentum എന്ന് പറയുന്ന മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇനി അപ്പൊ ആ മാസ് ഇൻറ്റു വെലോസിറ്റി നമ്മൾ മൊമെന്റത്തിന് പകരം അപ്ലൈ ചെയ്തു. മാസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്ത് ചെയ്യാം? ബാക്കി ഇനി വെലോസിറ്റി ആണ്. അപ്പൊ dv by dt. dv by dt എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സ് F is equal to ma എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് വന്നു. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയപ്പോ ഒരു കോൺസ്റ്റന്റ് കൊടുത്തിരുന്നു. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1 ആയിട്ട് എടുത്തു. അപ്പൊ F is equal to ma എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടി. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ F is equal to ma എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചു. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിന് ഇടയിൽ നമ്മൾ പഠിച്ചതാണ് മൊമെന്റം P is equal to എന്തെന്ന് പഠിച്ചു? മാസ് ഇൻറ്റു വെലോസിറ്റി എന്നും പഠിച്ചു. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കാം, രണ്ട് ബോഡീസ് നമ്മുടെ തന്നിട്ടുണ്ട്. ഈ രണ്ട് ബോഡീസിന്റെയും മാസ് സെയിം ആണ് അല്ലെ. രണ്ട് ബോഡിയുടെയും മാസ് സെയിം ആണ്. ബട്ട് മൂവിങ് വിത്ത് ഡിഫറെന്റ് വെലോസിറ്റീസ്. ഇത് രണ്ടും മൂവ് ചെയ്യുന്നത് ഡിഫറെന്റ് വെലോസിറ്റിയിലാണ് അല്ലെ. രണ്ട് ബോഡീസ് തന്നിട്ടുണ്ട് അല്ലെ. രണ്ട് ബോഡിയുടെയും മാസ് സെയിം ആണ്. ബട്ട് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് ഡിഫറെന്റ് വെലോസിറ്റീസ് അല്ലെ. v1 ഉം v2 എന്ന് പറയുന്ന രണ്ട് വെലോസിറ്റീസിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏത് ബോഡിക്കായിരിക്കും ഗ്രേറ്റർ മൊമെന്റം എന്ന് ചോദിക്കാം. അപ്പൊ ഗ്രേറ്റർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസ് രണ്ടിനും എങ്ങനെയാണ്? സെയിം ആണ്. ഇനി ആർക്കാണോ വെലോസിറ്റി കൂടുതൽ, അപ്പൊ നമ്മൾ പറയാണ് v1 ഈസ് ഹാവിംഗ് ഗ്രേറ്റർ വെലോസിറ്റി ദാൻ ദാറ്റ് ഓഫ് v2 ആണെങ്കിൽ എന്ത് വരും? ഏതിനായിരിക്കും മൊമെന്റം കൂടുതൽ? വെലോസിറ്റി ആർക്കാണോ കൂടുതൽ അതിന്റെ മൊമെന്റം എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? രണ്ട് ബോഡീസിന്റെയും മാസ് സെയിം ആണ്. ഡിഫറെന്റ് വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നതെങ്കിൽ, മാസ് സെയിം ഡിഫറെന്റ് വെലോസിറ്റി ആണെങ്കിൽ ഏത് ബോഡിയുടെ വെലോസിറ്റി ആണോ ഗ്രേറ്റർ ആ ബോഡിയുടെ മൊമെന്റം എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നത് ബുള്ളറ്റ് ഉണ്ട്. ബുള്ളറ്റിന്റെ കേസ് എടുത്തു. അതുപോലെ തന്നെ ആ സെയിം ബുള്ളറ്റിന്റെ സെയിം മാസ് ഉള്ള ഒരു സ്റ്റോൺ നമ്മൾ എടുത്തു അല്ലെ. അപ്പൊ എന്ത് ചെയ്യാണ്? ബുള്ളറ്റ് നമ്മൾ ഫയർ ചെയ്യാണ്, സ്റ്റോൺ നമ്മൾ എന്ത് ചെയ്യാണ്? ത്രോ ചെയ്തു. അപ്പൊ ഏതിനായിരിക്കും വെലോസിറ്റി കൂടുതൽ? രണ്ടിന്റെയും മാസ് സെയിം ആണ്. ബുള്ളറ്റിന്റെ വെലോസിറ്റി ഗ്രേറ്റർ ആണ്. അപ്പം ആരായിരിക്കും മൊമെന്റം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക? മൊമെന്റം എഫക്റ്റ് അല്ലെ. എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതൽ ആരായിരിക്കും? ബുള്ളറ്റ് ആണ്. ബിക്കോസ് വെലോസിറ്റി കൂടുതൽ ബുള്ളറ്റിനായതുകൊണ്ട് മൊമെന്റം കൂടുതൽ ആർക്കായിരിക്കും? ബുള്ളറ്റിനായിരിക്കും, സ്റ്റോണിനേക്കാളും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മളൊന്ന് പഠിച്ചിരിക്കാം. ഇനി അതുപോലെ തന്നെ നേരെ തിരിച്ചും ചോദിക്കാം. രണ്ട് ബോഡീസ്, രണ്ട് ബോഡിയുടെയും എന്തായിരിക്കും? വെലോസിറ്റി സെയിം ആണ് അല്ലെ. രണ്ട് ബോഡിയുടെയും വെലോസിറ്റി സെയിം ആണ്. ഡിഫറെന്റ് മാസ് ഡിഫറെന്റ് ആണ്, m1 ഉം m2. ഓക്കെ, അപ്പൊ ആരായിരിക്കാം കൂടുതൽ എന്ത് ചെയ്യുക? മൊമെന്റം പ്രൊഡ്യൂസ് ചെയ്യുക?
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ട്രെയിൻ എടുക്കാം അല്ലെ, ഒരു ട്രെയിനിന്റെ വെലോസിറ്റി v ആയിട്ട് എടുക്കാം. ഫസ്റ്റ് ബോഡി ട്രെയിൻ ആണ്, ട്രെയിനിന്റെ മാസ് m1 ആണ്, വെലോസിറ്റി v ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഒരു ബസ് എടുത്തു, ബസിന്റെ മാസ് m2 ആണ്, വെലോസിറ്റി v ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഇതിൽ ഏതായിരിക്കും കൂടുതൽ മൊമെന്റം പ്രൊഡ്യൂസ് ചെയ്യുക? നമുക്കറിയാം ട്രെയിൻ അല്ലെ, ട്രെയിനിന്റെ മാസ് എന്ന് പറയുന്നതായിരിക്കും ബസിന്റെ മാസിനേക്കാളും അല്ലെ ഒത്തിരി മടങ്ങ് കൂടുതലാണ്. അപ്പൊ എന്ത് വരും, ഇതിന്റെ മാസ് m1 ആണ് ഗ്രേറ്റർ, മാസ് m1 ഈസ് ഗ്രേറ്റർ ദാൻ m2 എന്ന് നമുക്ക് എടുക്കാം അല്ലെ. ഏതൊരു ബോഡിയുടെ മാസ് ആണോ കൂടുതൽ, ആ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രേറ്റർ മൊമെന്റം പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെയാണെങ്കിൽ ബോത്ത് ആർ മൂവിങ് വിത്ത് സെയിം വെലോസിറ്റി, രണ്ടിന്റെയും വെലോസിറ്റി സെയിം ആണെങ്കിൽ ഏത് ബോഡിയുടെ മാസ് ആണോ ഗ്രേറ്റർ, ആ ബോഡി എന്ത് ചെയ്യും, ഗ്രേറ്റർ മൊമെന്റം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം ഈ ഒരു പോർഷനിൽ നിന്ന്, മൊമെന്റത്തെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ആ കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇനി നമുക്ക് പറയാം ഫോഴ്സ് എന്ന് പറയുന്നത് F = ma എന്ന് പറഞ്ഞു. ആക്സിലറേഷൻ നമുക്കറിയാം, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആക്സിലറേഷൻ എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ആക്സിലറേഷന് ഡയറക്ഷൻ ഉണ്ട്, മാസിന്റെ ഡയറക്ഷൻ ഇല്ല. ഫോഴ്സിന് എന്തുണ്ടാവാം, ഡയറക്ഷൻ ഉണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നതും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി ആ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കാം, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ ഡയറക്ഷൻ എന്താണോ ആ സെയിം ഡയറക്ഷൻ തന്നെയായിരിക്കും എന്തെന്ന് പറയാ, ഫോഴ്സിന്റെയും ഡയറക്ഷൻ. ഓക്കെ, അപ്പോ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലെ. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി അതിന്റെ യൂണിറ്റ് എങ്ങനെ എഴുതാം, യൂണിറ്റ് എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ആക്സിലറേഷന്റെ യൂണിറ്റ് നമുക്ക് അറിയാം എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഏത്, ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയാം. ഇല്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം, ന്യൂട്ടൺസ് ലോ ആണല്ലോ. അപ്പൊ ന്യൂട്ടൺ ആണ് അല്ലെ ഫോഴ്സിന്റെ ഡെഫിനേഷൻ ഒക്കെ കൊടുത്തത്. അപ്പൊ എന്തായിട്ടും എടുക്കാം, ന്യൂട്ടൺ എന്നും എടുക്കാം. ഓക്കെ, ന്യൂട്ടൺ എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഫോഴ്സിന്റെ ഡെഫിനേഷൻ ആയിട്ട് ന്യൂട്ടൺ എന്നും ഫോഴ്സിന്റെ യൂണിറ്റിന് നമുക്ക് പറയാം. ഒന്നല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്ക് കിട്ടി, യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഫോഴ്സ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് എന്താണെന്നുള്ള കേസ് നമ്മൾ പഠിച്ചു. ഫോഴ്സിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് മെഷർ ചെയ്യാന്നുള്ള കേസ് നമ്മൾ പഠിച്ചു. F = ma വെച്ച് നമുക്ക് മെഷർ ചെയ്യാം. അതിന്റെ ഇടയിൽ നമ്മൾ മൊമെന്റം എന്താണെന്നുള്ള കേസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. Okay, I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.